ഫുഡ് കുറക്കുക എന്നുള്ളത്. ഫുഡ് കുറക്കുക എന്നുള്ളപ്പോൾ ഞാൻ ചെയ്ത കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഐ ഡിഡ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ആ ഒരു 3 മാസം നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയി, പിന്നെ ഞാൻ ജിമ്മ് നിർത്തി, വീട്ടിൽ നിന്ന് വർക്കൗട്ടാക്കി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തിരുന്നായിരുന്നു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ടൈം, എൻ്റെ ഏറ്റവും എനിക്ക് ഫോക്കസ് കിട്ടുന്ന ടൈം മോർണിംഗ് ഒരു 5 മണി തൊട്ട് ഒരു ലഞ്ച് ഒരു 1 മണി വരെ. സ്റ്റഡി ലീവിനാണെങ്കിൽ അങ്ങനെ, അല്ലാതെ ക്ലാസ്സിൽ നിന്നാണെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിക്കും. ആ രീതിയിൽ ഉച്ചക്ക് മാത്രം ഫുഡ് കഴിക്കുന്ന ആ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരിക. ഞാൻ വേറെ സാർമാർ പറഞ്ഞു കൊടുക്കണമൊക്കെ കണ്ടിരിക്കുന്നു, യൂട്യൂബിൽ തന്നെ കണ്ടിരുന്നു. ഞാൻ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നിട്ട് പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞാണ്ട് ഏതോ ഹിന്ദിക്കാരത്തൊക്കെയാണ്. അന്ന് CAൻ്റെ ക്ലാസ് കാണുമ്പോൾ അങ്ങനെ വന്നതാണ്, അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു ഹെവി മീൽ ഏതെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളെ എനർജി ഫുൾ അവിടെ ഡൈജഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുക, നിങ്ങളെ ബ്രെയിനിൻ്റെ. അപ്പോൾ നിങ്ങളെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ തരാൻ പറ്റില്ല. പൊതുവേ ഇനി നമ്മൾ മലയാളികളുടെ കേസാണെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഫുഡുകളാണ് കഴിക്കുന്നത്. പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ, ഞാൻ ഫിറ്റ്നസിൻ്റെ ഇതിലും കൂടിയും എൻഗേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത് ചിലപ്പോൾ വേറെ ആൾക്കാരൊന്നും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടാവില്ല. കാർബോഹൈഡ്രേറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് എനർജി കൂടും, എന്നിട്ട് എനർജി പെട്ടെന്ന് ക്രാഷ് ആവുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, നമ്മൾ ഉച്ചക്കൊക്കെ കുറേ ചോർന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നല്ല മധുരമുള്ള സംഭവങ്ങൾ കൂടുതൽ കഴിച്ചാൽ ഉറക്കം വരുന്ന കണ്ടിട്ടില്ല, അതാണ് സംഭവം. അപ്പോൾ ഇൻസുലിൻ്റെ സ്പൈക്ക് ഉണ്ടാവും, പിന്നെ ഒരു ക്രാഷ് ഉണ്ടാവും. അപ്പോൾ ആ കുറച്ച് നേരം ആ എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് മോർണിംഗ് ഞാൻ എണീറ്റിട്ട് ഞാൻ ഫസ്റ്റ് ഫുഡ് കഴിക്കുക 1 മണിക്കായിരിക്കും, പിന്നെ കിടക്കുന്നതിൻ്റെ മുമ്പായിരിക്കും. ആ ഒരു രീതിയിൽ അത്രയും നേരം എന്താവും, വെള്ളമൊക്കെ പറ്റും, വെള്ളം, കോഫി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റും. കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഫോക്കസ് കിട്ടും. ഹെവി മീൽ ഒഴിവാക്കിയാലും മതി. എന്തെങ്കിലും എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് കുറച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ, വല്ലാതെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കാത്ത കാർബോഹൈഡ്രേറ്റ്സ് അല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ചിക്കനോ ഫിഷോ എഗ്ഗോ അല്ലെങ്കിൽ മിൽക്കോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ റൈസും അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങൾ, വേറെ ഏതെങ്കിലും ടൈപ്പ് അപ്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് രാവിലെ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ട് പിന്നെയാണ് പഠിക്കാനിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോക്കസ് കുറയും. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഫുഡ് ഒന്നില്ലെങ്കിൽ കുറക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പഠിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, ആ രീതി ചെയ്യാം.